മത്സ്യാവതാരമാണല്ലോ മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരം. അങ്ങനെയാണ് ഈ മീനൂട്ട് അങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ വന്നത്. ക്ഷേത്രങ്ങളിലും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മീനൂട്ട്. ഈ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഈ തൃപ്രയാർ മീനൂട്ടുണ്ട്. പിന്നെ ഇവിടെ ഹൈദരാബാദിൽ അമീൻപൂർ എന്ന് പറയുന്ന തടാകത്തിനടുത്തൊരു സായിബാബ ക്ഷേത്രമുണ്ട്. അതിനോടനുബന്ധിച്ചൊരു മീനൂട്ടുണ്ട്. വലിയ വലിയ മീനുകളാണ്. ആ രണ്ട് വീഡിയോകളാണ് കാണിച്ചിരിക്കുന്നത്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ മീനൂട്ടിന് വേണ്ടി തന്നെ ഇങ്ങനെ വെച്ചിരിക്കും. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് മീനുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. മലരും പൊരിയും ഒക്കെ ആയിരിക്കും കൂടുതലും. ഏത് ക്ഷേത്രമായാലും ആ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള കുളത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുക്ക കൂടി ഒഴുകുന്ന നദിയിലോ ഒക്കെ ആയിരിക്കും ഈ വഴിപാട് നമ്മൾ നടത്തുക. നമ്മളിങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആസ്മ രോഗികൾക്കൊക്കെ ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയാണ് തൃപ്രയാർ അങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളിൽ ഈ വഴിപാട് കൂടുതലും ചെയ്യുക. നമ്മളിങ്ങനെ ഈ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭഗവാന് നമ്മളിൽ സംപ്രീതനാകും, അങ്ങനെയാണ് വിശ്വാസം. ഇപ്പം മണക്കാട്ട് അമ്പലമുണ്ട് ഈ കുടുംബത്തിനടുത്തുള്ള. അവിടെയാണെങ്കിൽ ഇങ്ങനെ ഈ മീനൂട്ട് നടത്തുകയാണെങ്കിൽ അരിയാണ് കൊടുക്കാറ്. അന്നേരം ഈ അരിമ്പാറയൊക്കെ ദേഹത്തുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. അങ്ങനെ ചർമ്മരോഗങ്ങൾ മാറാനും സർവൈശ്വര്യത്തിനും അതുപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങൾ മാറാനും പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ചില അമ്പലങ്ങളിലാണ് വിവാഹ കാര്യങ്ങൾ അതൊക്കെ നടക്കാനും ഒക്കെ ഈ വഴിപാട് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ അമീൻപൂർ ക്ഷേത്രത്തിൽ കൂടുതൽ പേരും ഈ മീൻ ഇങ്ങനെ തിന്നുന്നത് കാണാനും വേണ്ടി ചെയ്യുന്നുണ്ട്. ചിലർ വീട്ടിൽ നിന്നൊക്കെ ഈ ബ്രെഡിൻ്റെ പീസൊക്കെ കൊണ്ടുവന്ന് വലുതായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് മലരൊക്കെ വിൽക്കാൻ. അതൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നതാണ്. അവരത് പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നവർ കുറവാണ്. കൂടുതൽ പേരും ഇങ്ങനെ ഈ മീൻ വന്ന് തിന്നുന്നത് കാണാൻ വേണ്ടി ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. മീനൂട്ടിന് പ്രസിദ്ധമായ മറ്റ് അമ്പലങ്ങൾ നമ്മൾ ഇരിക്കൂർ പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെയാണെങ്കിൽ കൂടൽ മാണിക്യം ക്ഷേത്രം. ഇവിടെയൊക്കെ ആവലും മലരും അരിയും ചേർന്ന നിവേദ്യമാണ് മീനുകൾക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതുപോലെ പടുതല മഹാഗണപതി ക്ഷേത്രത്തിലെ മീനൂട്ടും പ്രസിദ്ധമാണ്. ജ്യോതിഷ സംബന്ധമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഈ എനർജികളെയൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും പിന്നെ ആണെങ്കിൽ ഈ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റാനും അതുപോലെ രാഹു കേതുക്കളുടെ ദോഷം മാറാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ മീനൂട്ട് നടത്തുക. ഉദാഹരണത്തിന് നമ്മുടെ 5-ലോ ഒക്കെ രാഹുവോ കേതുവൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് കുടുംബദോഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 4-ൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് അതിൻ്റെ ഒരു ശാന്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മീനൂട്ട്, അതായത് 108 ഈ ഗോതമ്പ് ചെറിയ ചെറിയ ഉണ്ടകളാക്കണം. ഗോതമ്പ് ഇങ്ങനെ കുഴച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കണം. 108 ഉണ്ടകളാക്കിയിട്ട് അത് മീനുകൾക്ക് കൊടുക്കുന്ന അങ്ങനെ ഒരു പരിഹാരം പറയാറുണ്ട്. ഇത് നമ്മുടെ മനഃശാന്തിക്ക് വേണ്ടി ചെയ്യാം. അതുപോലെ നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെയ്യാം. നമുക്ക് ധനപരമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും വേണ്ടി ചെയ്യാം. അത് മീനിന് ആഹാരം കൊടുത്തെന്നും പറഞ്ഞാൽ നമുക്ക് ദോഷമൊന്നും വരാനില്ല. കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഉണ്ടകളാക്കുമ്പോൾ തീരെ ചെറിയ ഉണ്ടകളാണ് നമ്മൾ ആക്കേണ്ടതല്ല. അത് വലുതാക്കി മീനുകൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് നമുക്ക് ഗുണകരമല്ലല്ലോ. അങ്ങനെയും നമ്മൾ ചിന്തിക്കണം. അതുപോലെ ജാതകത്തിൽ വ്യാഴഗ്രഹത്തിനോ അല്ലെങ്കിൽ ശുക്രഗ്രഹത്തിനോ ഒക്കെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ മീനൂട്ട് നല്ലതാണ്. നമ്മുടെ കർമ്മ നല്ലതാക്കി നല്ല കർമ്മങ്ങളാക്കി മാറ്റുന്നതിന്, അതായത് എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നമ്മൾ ഒരു പാപഗ്രഹത്തിന്റെ ദശയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിൽ ഓരോ വളരെയധികം ജീവികളെ പറഞ്ഞിട്ടുണ്ട്. ആ ജീവികൾക്ക് നമ്മൾ ഇങ്ങനെ പരിഹാരങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ ഒരുപാട് മാറിപ്പോകും. ഇതിപ്പോൾ വീട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ ദിവസവും ഇങ്ങനെ മീനിന് കൊടുത്തോണ്ടിരുന്നാലും നല്ലതാണ്. വീട്ടിൽ നമ്മൾ അക്വേറിയമൊക്കെ വെക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം അത് കറക്റ്റ് പൊസിഷനിലായിരിക്കണം. ഇപ്പോൾ തീയുടെ അഗ്നിസ്ഥാനത്ത് കൊണ്ട് ഇതൊക്കെ വെക്കുകയാണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോഴേ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് പരിഹാരങ്ങളുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വൈറൽ വീഡിയോകളാണ് അതെല്ലാം. അതൊക്കെ കണ്ടിട്ട് ചെയ്യുന്നവർ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. കാരണം അത് ചിലപ്പോൾ നമ്മളുടെ ഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള പരിഹാരം ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്കത് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യാം. സാധാരണ ഈ ജീവികൾക്ക് ഭക്ഷണം കൊടുത്തതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ശനി ദോഷമൊക്കെ ഉള്ളൊരു കാക്കയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് നല്ലതുമാണ്, അങ്ങനെയല്ല പറഞ്ഞത്. അത് വീടിൻ്റെ ഈ പല ഭാഗങ്ങളിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ അത് പട്ടിണി കിടക്കേണ്ട എന്തെങ്കിലും സാഹചര്യമൊക്കെ വരുമ്പോൾ അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പരിഹാരങ്ങളൊക്കെ ജാതകം നല്ലതുപോലെ നോക്കി മാത്രം ചെയ്യുക. ഇനിയിട്ടൊന്നും കുഴപ്പമില്ല. ഓം നമഃ ശിവായ.